നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ സർക്കാർ ഇരുട്ടിൽ തപ്പുന്നുവെന്ന് പ്രതിപക്ഷം. രോഗവ്യാപനം തടയാനായില്ലെന്ന അടിയന്തര പ്രമേയം. ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന കേരളത്തിന്റെ വാദം തള്ളൽ. നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിൽ ചർച്ച തുടരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കേസിൽ നിർണായക ചോദ്യങ്ങളുമായി ഹൈക്കോടതി. അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിനേക്കാൾ സ്വർണ്ണപ്പാളിയുടെ ഭാരം 4.5 കിലോ കുറഞ്ഞത് എങ്ങനെയെന്ന് കോടതി. ശില്പങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയ താങ്ങുപീഠം എവിടെയെന്ന് സ്പോൺസർ. 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് ചീഫ് വിജിലൻസ് ഓഫീസറോട് കോടതി. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഉൾപ്പെടെയുള്ള ഉപകരണക്ഷാമത്തിൽ താൽക്കാലിക ഇടപെടൽ. വിതരണ കമ്പനികളുടെ കുടിശ്ശിക തീർക്കാൻ 100 കോടി അനുവദിച്ച സംസ്ഥാന ഹെൽത്ത് ഏജൻസി. കുടിശ്ശിക കിട്ടാതെ ഉപകരണങ്ങൾ വിതരണം ചെയ്യില്ലെന്ന് കമ്പനികൾ. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഹൃദയ ശസ്ത്രക്രിയകൾ പ്രതിസന്ധിയിൽ. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ആളുകളെ എത്തിക്കാൻ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർമാർക്ക് ബോർഡിന്റെ നിർദ്ദേശം. പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് ആവശ്യപ്പെടുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് AC-യുടെ ശബ്ദ സന്ദേശം അമൃത ന്യൂസിന്. സംഗമത്തിൽ പങ്കെടുക്കുമെന്നും പ്രതിപക്ഷത്തിൻ്റേത് ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന നിലപാടെന്നും വെള്ളാപ്പള്ളി നടേശൻ. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പാക് സമ്മർദ്ദത്തിന് വഴങ്ങി ICC. ഇന്നത്തെ പാക് UAE മത്സരത്തിൽ ഹസ്തദാന വിവാദത്തിൽപ്പെട്ട ആൻഡി പൈക്രോഫ്റ്റിന് പകരം റിച്ചി റിച്ചാർഡ്സൺ മാച്ച് റഫറിയായേക്കും. ഇന്നത്തെ പരിശീലനവും വാർത്താ സമ്മേളനവും റദ്ദാക്കി ടീം ഇന്ത്യ. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. മസ്തിഷ്ക ജ്വരം മൂലം നിരവധി പേർ മരണമടഞ്ഞിട്ടും സർക്കാർ ഇടപെടൽ നടത്തുന്നില്ല എന്ന പ്രതിപക്ഷ ആരോപണത്തിന് പിന്നാലെയാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയത്. തത്സമയത്തിലേക്ക്. മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആരംഭിച്ചത് 10 പേരെ വിജയകരമായി ഇതിനകം തന്നെ പൂർത്തീകരിച്ചു. ജില്ലാ ആശുപത്രികൾ, കാത്ത് ലാബുകൾ UDF-ന്റെ കാലത്ത് വട്ടപൂജ്യമാണ്. LDF-ന്റെ കാലത്ത് 12 എണ്ണം. ഡയാലിസിസ് സംവിധാനം ആരോഗ്യ വകുപ്പിന്റെ കീഴില്. ഇപ്പോ UDF-ന്റെ സമയത്ത് 8 പേര്. LDF അധികാരത്തിൽ വന്ന ശേഷം 107 കേന്ദ്രങ്ങളാണ് ഡയാലിസിസുമായി ബന്ധപ്പെട്ടുള്ളത്. 2025 ഇപ്പൊ നമ്മൾ നോക്കൂ, താലൂക്ക് ആശുപത്രികളിലും യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് ഡയാലിസിസ് സംവിധാനങ്ങൾ. കുടുംബാരോഗ്യ കേന്ദ്രം എന്ന കോൺസെപ്റ്റേ UDF-ന്റെ ഭാഗത്തില്ല. അവർക്ക് എല്ലാം കുടുംബമാണ് സാർ. ഇപ്പോ അന്ന് വട്ടപൂജ്യമായിരുന്നു UDF-ന്റെ കാലത്ത്. ഇന്ന് സാർ അഭിമാനത്തോടെ മുന്നോട്ട് പോക LDF-ന്റെ കാലത്ത് 888 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, ഫാമിലി ഹെൽത്ത് സെന്ററുകൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ. UDF-ന്റെ കാലത്ത് വട്ടപൂജ്യം. ഇപ്പൊ നോക്കൂ, 5416 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി രജിത്ത് സഭയിൽ നിന്നും ചേരുന്നുണ്ട്. രജിത്ത്, പൊതുജനാരോഗ്യ പ്രാധാന്യമുള്ള വിഷയമാണെന്നും ചർച്ച നടത്താമെന്നുമാണ് ആരോഗ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ സർക്കാർ ഇരുട്ടിൽ തപ്പുന്നുവെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം. രോഗവ്യാപനം തടയാനായില്ല എന്നായിരുന്നു അടിയന്തര പ്രമേയത്തിലൂടെ പ്രതിപക്ഷം പറയാൻ ഉദ്ദേശിച്ചത്. എങ്ങനെയായിരുന്നു ഈ ചർച്ച പുരോഗമിക്കുന്നത്? പ്രതിപക്ഷത്തിൻ്റെ അവകാശവാദങ്ങളെ അല്ലെങ്കിൽ ആക്ഷേപങ്ങളെ ഏത് തരത്തിലായിരിക്കും ഭരണപക്ഷം നേരിടുക? രാജേഷ്, അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ സഭയിൽ ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന്റെ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. N. ഷംസുദ്ദീനാണ് ഈ ഇക്കാര്യത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തത്. പകർച്ചവ്യാധി അല്ലാതായിട്ടും ഇത് വളരെ കൂടുതലായി വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പകർച്ചവ്യാധി അല്ല എന്തുകൊണ്ടാണ് സർക്കാരിന് ഇത് പകർച്ചവ്യാധിയാണോ അല്ലയോ എന്ന കാര്യം പറയാൻ കഴിയാത്തത് എന്ന കാര്യം അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഇപ്പോൾ കേരളത്തിലാണ് ഉള്ളത്. എന്നാൽ മരണം കേരളത്തിൽ വളരെ കുറവാണ്. മോർട്ടാലിറ്റി റേറ്റ് കുറവാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഇക്കാര്യങ്ങൾ ഏകദേശം 20ഓളം പേർ ഇതിനോടകം തന്നെ മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ 100-ലധികം പേർ ചികിത്സയിലാണ് എന്ന കാര്യവുമാണ് അടിയന്തര പ്രമേയ നോട്ടീസിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ മെഡിക്കൽ കോളേജുകളിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമം കൂടി അദ്ദേഹം ഇക്കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 3 ലക്ഷം രൂപ മാത്രം കയ്യിലുള്ള ആളുകൾക്ക് ഹൃദയ ശസ്ത്രക്രിയ ചെയ്താൽ മതിയെന്ന്
സ്വകാര്യ ആശുപത്രിയിൽ അടക്കുമ്പോൾ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. ഇനി അത് മെഡിക്കൽ കോളേജിലാണെങ്കിൽ പോലും അവിടെയും ഉപകരണങ്ങൾ വാങ്ങി നൽകേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ ഈ വിവിധ ആരോഗ്യ പദ്ധതികൾ, കാരുണ്യ ആരോഗ്യ പദ്ധതികൾ ഉൾപ്പെടെ വിവിധ ആരോഗ്യ പദ്ധതികൾ വഴിയുള്ള മരുന്നുകളുടെ വിതരണം അടക്കം ഏകദേശം 2000 കോടി രൂപയുടെ കുടിശ്ശികയാണ് ആരോഗ്യ മേഖലയിൽ മാത്രം ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സമ്മേളനങ്ങൾ മാത്രം സംഘടിപ്പിക്കുന്ന സർക്കാരാണ് ഇത്. സർക്കാർ എന്ന കപ്പൽ മുങ്ങിപ്പോയിരിക്കുകയാണ് എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നു. ലോകത്ത് ആരോഗ്യ മേഖലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ആയിരുന്നു കേരളം. എന്നാൽ ഇന്നിപ്പോൾ അത് പാടെ തകർന്നു പോയൊരു സാഹചര്യമാണ്. രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം പകർച്ചവ്യാധിയിൽ മാത്രം 1411 പേർ മരണപ്പെട്ടു എന്ന കണക്ക് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സർക്കാരിന്റെ സർക്കാർ ഈ സമീപനത്തിലൂടെ എന്താണ് ഇക്കാര്യത്തിൽ സർക്കാരിന് പറയാനുള്ളത് എന്ന കാര്യമാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നുമുള്ള MLA-മാർ കണക്കുകൾ സഹിതം നിർത്തിക്കൊണ്ടാണ് ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടിയും പ്രത്യാരോപണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് തന്നെയായാലും ഇക്കാര്യത്തിൽ 2 മണിക്കൂർ ചർച്ചയാണ്. 12 മണി മുതൽ 1 മണി വരെ 2 മണിക്കൂർ ചർച്ചയ്ക്കാണ് അനുമതി നൽകിയിട്ടുള്ളത്. നേരത്തെ തന്നെ ജനങ്ങളിലേക്ക് അവയർനെസ് നൽകുന്നതിന്റെ ഭാഗമായി തന്നെ ഈ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചതിനെ തുടർന്നാണ് 12 മണി മുതൽ 2 മണി വരെ ഈ ചർച്ച തുടർന്ന് 2 മണിക്കൂർ ചർച്ച ചെയ്യുന്നതിനുള്ള അനുമതി നൽകുകയും ചെയ്തത്. തുടർന്ന് ഇപ്പോൾ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷത്ത് രജിത്താണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കൊല്ലം തേവലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ 2 മാസം പിന്നിട്ടിട്ടും സേഫ്റ്റി കമ്മീഷണറുടെ റിപ്പോർട്ട് ഇനിയും ലഭ്യമായിട്ടില്ലെന്ന് സഭയെ അറിയിച്ച് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർമാർക്ക് ഗുരുതര വീഴ്ച ഉണ്ടായതായും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജും സഭയെ അറിയിച്ചു. നിയമസഭയിലെ ചോദ്യോത്തരവേളയിലാണ് കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലെ സേഫ്റ്റി കമ്മീഷണർ റിപ്പോർട്ട് സംഭവം നടന്ന 2 മാസം പിന്നിട്ടിട്ടും സമർപ്പിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സഭയിൽ അറിയിച്ചത്. കഴിഞ്ഞ ജൂലൈ 17-നാണ് 13 വയസ്സുകാരനായ വിദ്യാർത്ഥി മിഥുൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചത്. ഇക്കാര്യത്തിൽ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മാത്രമാണ് മന്ത്രി അറിയിക്കുന്നത്. അത് പരിശോധിക്കേണ്ട സേഫ്റ്റി കമ്മീഷണർ റിപ്പോർട്ട് കിട്ടിയാൽ അതിനനുസരിച്ചിട്ടുള്ള പരിപാടി ആസൂത്രണം ചെയ്യും. ആശുപത്രികള്, സ്കൂളുകൾ ഇതിലൊക്കെ പ്രത്യേകമായ പരിഗണന വെച്ച് അടിയന്തരമായ നടപടി സ്വീകരിക്കാൻ നടപടി എടുത്തിട്ടുണ്ട്. വൈദ്യുതി അപകടങ്ങൾ തടയാൻ ജില്ലാതലത്തിൽ കമ്മിറ്റികൾക്ക് രൂപം നൽകുമെന്നും വൈദ്യുതി ലൈനിലെ അപകടങ്ങൾ പരിഹരിക്കാൻ AI സഹായം ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ യുവതിക്കുണ്ടായ ചികിത്സാ പിഴവ് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് സഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത്. യുവതിക്ക് സൗജന്യ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്നും നഷ്ടപരിഹാരം നൽകാൻ നടപടിയെടുക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. ചികിത്സാ പിഴവുകൾ സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഡോക്ടർമാർക്ക് വീഴ്ച ഉണ്ടായതായാണ് മനസ്സിലാകുന്നതെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വൈദ്യുത ലൈൻ അപകടങ്ങൾ പരിഹരിക്കാൻ AI സഹായം ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുമെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ആശുപത്രികളിലും സ്കൂളുകളിലും താഴ്ന്നു നിൽക്കുന്ന ലൈനുകളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകും. വൈദ്യുതി അപകടങ്ങൾ തടയാൻ ജില്ലാതലത്തിൽ കമ്മിറ്റി രൂപീകരിക്കും. സ്കൂളുകളിലും താഴ്ന്നു നിൽക്കുന്ന ലൈനുകളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും മന്ത്രി ചോദ്യോത്തരവേളയെ അറിയിച്ചു. വൈദ്യുതി കമ്പി പൊട്ടി വീണ വിവരം കിട്ടുമ്പോൾ തന്നെ ജീവനക്കാർ എത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാറുണ്ട്. സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതോടുകൂടി കമ്പി പൊട്ടി വീഴുന്ന സന്ദർഭങ്ങളിൽ വോൾട്ടേജ്, കറന്റ് തുടങ്ങിയവയുടെ വ്യതിയാനം തിരിച്ചറിഞ്ഞ് അപകട സാധ്യത മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയും. സ്മാർട്ട് മീറ്ററുകളുടെ ആദ്യഘട്ടം നടപ്പിലാക്കി വരുന്നു. സ്മാർട്ട് മീറ്ററുകൾ പൂർണ്ണമായും പ്രാബല്യത്തിൽ വരുന്നതോടെ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അപകടങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നതിനായി IIT പാലക്കാട്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, KSEB ഉദ്യോഗസ്ഥന്മാർ എന്നിവ ചേർന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ച് സമഗ്ര പഠനം നടത്തിവരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കേസിൽ സുപ്രധാന ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സ്വർണ്ണപ്പാളികളുടെ ഭാരത്തിൽ എങ്ങനെ കുറവുണ്ടായെന്ന് കോടതി ചോദിച്ചു. 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകുന്നതിനു മുമ്പ് ഭാരം 42.800 kg ആയിരുന്നു. 1.25 മാസത്തിന് ശേഷം ഭാരം 38.258 kg ആയി കുറഞ്ഞു. സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ കൈവശമിരിക്കവെയാണ് ഭാരക്കുറവ്. പെട്രോൾ
അല്ലല്ലോ ഭാരം കുറയാനെന്ന് ഹൈക്കോടതി ചോദിച്ചു. സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റിയതിൽ വിശദമായ അന്വേഷണത്തിന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടു. 3 ആഴ്ചയ്ക്കുള്ളിൽ വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശവും നൽകി. ചീഫ് വിജിലൻസ് ഓഫീസർക്കാണ് അന്വേഷണ ചുമതല. സ്വർണ്ണപ്പാളി തിരികെ സന്നിധാനത്ത് എത്തിച്ചപ്പോൾ തൂക്കം നോക്കിയില്ല എന്നും കോടതി വിലയിരുത്തി. ദ്വാരപാലക ശില്പങ്ങളുടെ 2 പീഠങ്ങളുടെയും സ്പെയർ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കാൻ ആളുകളെ എത്തിക്കാൻ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർമാർക്ക് നിർദ്ദേശം. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലെ 5 AC മാർക്കാണ് ബോർഡ് നിർദ്ദേശം നൽകിയത്. ഓരോ AC മാരും 50 പേരെ പങ്കെടുപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് ആവശ്യപ്പെടുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിലെ AC-യുടെ ശബ്ദ സന്ദേശം അമൃത ന്യൂസിന് ലഭിച്ചു. ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് സംഗമം വിജയകരമാക്കി തീർക്കാനാണ് ദേവസ്വം ബോർഡിന്റെ ശ്രമം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ആളുകളെ എത്തിക്കാൻ മറ്റ് ദേവസ്വം ബോർഡുകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിന്ന് മാത്രം 250 പേരെ പങ്കെടുപ്പിക്കണമെന്നാണ് നിർദ്ദേശം. പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് ഇന്ന് തന്നെ നൽകണമെന്ന് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. ദേവസ്വം ജീവനക്കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നതാണ് സന്ദേശം. 20-ാം തീയതി രാവിലെ 8 മണിക്കാണ് പമ്പയിൽ എത്തിച്ചേരേണ്ടത്. അപ്പോൾ രാത്രിക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വരും. നമ്മൾ വണ്ടിയൊക്കെ ബുക്ക് ചെയ്യണം. വണ്ടിയുടെ നമ്പർ അടക്കം നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമേ വണ്ടി അങ്ങോട്ടേക്ക് കയറ്റി വിടുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം ഓഫീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ബോർഡ് ഇടപെട്ടിട്ടുള്ളതാണ്. സർക്കാരിൻ്റെ ഇതിൽ 250 പേരെ ഇവിടുന്ന് സംഘടിപ്പിക്കാമെന്ന് ബോർഡ് ഏറ്റിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ബോർഡിനെ മോശമാക്കാൻ പറ്റാത്ത രീതിയിൽ ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയണം. പങ്കെടുക്കുന്ന ആളുകളെ ബസ് ബുക്ക് ചെയ്ത് അയ്യപ്പ ഭക്ത സംഗമം നടക്കുന്ന 20-ാം തീയതി പമ്പയിലെത്തിക്കണമെന്നാണ് സന്ദേശത്തിൽ പറയുന്നത്. ഇന്നലെ വൈകിട്ട് 4-ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓൺലൈനായി യോഗം ചേർന്നിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ആശുപത്രിയിലായതിനാൽ ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് അജയൻ, സുരേഷ് ബാബു, സെക്രട്ടറി ബിന്ദു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. യോഗത്തിന് ശേഷമാണ് AC ശബ്ദ സന്ദേശം അയച്ചത്. ഓരോ AC മാരും 50 പേരെ വീതം പങ്കെടുപ്പിക്കണം. ബസ് ബുക്ക് ചെയ്ത് ആളുകളെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ബസിന്റെ വാടക AC മാർ തന്നെ വഹിക്കണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം. കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. ആഗോള അയ്യപ്പ സംഗമത്തിൽ ക്ഷണിച്ചിട്ടുണ്ട് എന്നും പങ്കെടുക്കുമെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്നതാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നിലപാട്. അതിനെ രാഷ്ട്രീയമായി കണ്ടാലും മതി. പന്തളത്തെ വിശ്വാസി സംഗമത്തിലേക്ക് ക്ഷണമില്ല, ക്ഷണിച്ചാലും പോകില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. VD സതീശൻ്റെ ആയുധങ്ങളെല്ലാം ചീറ്റിപ്പോകുന്നു. സതീശന് ഒരു വിലയും ഇല്ലാതായിരിക്കുന്നു. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും സഭയിലെത്താൻ കാരണം. സതീശൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ അതൊരു മോശകാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അയ്യപ്പന്റെ മുഖാവനം മാത്രമല്ല, അയ്യപ്പന്റെയും പ്രസക്തിയും ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് AS ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഹൈക്കോടതിയിലെ ഹർജിക്കാരായ VC അജികുമാർ, അജീഷ് ഗോപി എന്നിവർക്ക് പുറമെ തിരുവനന്തപുരം സ്വദേശി ഡോക്ടർ PS മഹേന്ദ്രകുമാറുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അയ്യപ്പ സംഗമത്തിനുള്ള നടപടികൾ നിർത്തിവയ്ക്കണമെന്ന ആവശ്യമാണ് ഹർജിക്കാർ ഉന്നയിക്കുന്നത്. സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നാണ് ഹർജിക്കാരുടെ വാദം. സംസ്ഥാന സർക്കാരും ഹർജിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാകും. ഹർജി തള്ളണമെന്ന നിലപാട് സംസ്ഥാന സർക്കാരും ഉന്നയിക്കും. മെഡിക്കൽ കോളേജിലെയും സർക്കാർ ആശുപത്രികളിലെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ പ്രതിസന്ധിയിൽ ഉപകരണ വിതരണ കമ്പനികൾക്ക് നൽകാനായി 100 കോടി രൂപ അനുവദിച്ച സംസ്ഥാന ഹെൽത്ത് ഏജൻസി 65 കോടി രൂപ സർക്കാർ ആശുപത്രികൾക്കും 35 കോടി രൂപ സ്വകാര്യ ആശുപത്രികൾക്കുമാണ് അനുവദിച്ചത്. അതേസമയം ഉപകരണ വിതരണം പുനഃസ്ഥാപിക്കില്ല എന്ന് കമ്പനികൾ വ്യക്തമാക്കി. 2024 ഫെബ്രുവരി മുതൽ 2025 മാർച്ച് വരെയുള്ള കുടിശ്ശിക അക്കൗണ്ടിലെത്തിയാൽ ഉപകരണങ്ങളുടെ വിതരണം പുനഃസ്ഥാപിക്കാമെന്നാണ് വിതരണ കമ്പനികളുടെ നിലപാട്. അതേസമയം ഉപകരണ പ്രതിസന്ധിയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജും ശസ്ത്രക്രിയാ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. 4 ദിവസത്തേക്ക് കൂടിയുള്ള ഉപകരണങ്ങൾ മാത്രമാണ്
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവശേഷിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കാത്ത നിലയിലാണ് കമ്പനികൾ, അവർക്ക് കുടിശ്ശിക നൽകുന്നില്ല എന്നാണ് ആക്ഷേപം. എങ്കിലും സർക്കാർ കൃത്യമായി ഇതിനെ പ്രതിരോധിക്കുന്നുണ്ട്. കൃത്യമായ കുടിശ്ശിക നൽകിയിട്ടുണ്ട് എന്ന വാദവും ആരോഗ്യമന്ത്രി ഉന്നയിക്കുന്നു. പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്നും പറയുന്നു. പക്ഷേ ഇത്രയും വാദങ്ങൾ നിന്നാൽ പോലും ആശുപത്രികളിലെ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സാഹചര്യമല്ലേ ഇപ്പോൾ ഉള്ളത്? എന്താണ് ആരോഗ്യമന്ത്രിയുടെ വാദം? നിലവിൽ ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനിക്ക് കുടിശ്ശിക വന്നതാണ് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജുകളിലേക്ക് വിതരണം ചെയ്യാത്തതിന്റെ പ്രധാന കാരണം. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയുമാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മേധാവി സൂപ്രണ്ടിന് ഇത് സംബന്ധിച്ച കത്ത് നൽകിയത്. അതിൽ വ്യക്തമാക്കുന്നത് സ്ട്രെങ്ത് അടക്കമുള്ള ഉപകരണങ്ങൾ അടക്കമുള്ളവ ഇപ്പോൾ ആശുപത്രിയിൽ ഉണ്ട് എങ്കിൽ ഇതിന് ആവശ്യമായ അനുബന്ധ ഉപകരണങ്ങളൊന്നും തന്നെ ഇല്ല എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ കത്ത് വഴി അറിയിക്കുകയും ചെയ്തത്. ഇതിൽ നിന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് 4 ദിവസത്തേക്ക് കൂടിയുള്ള ശസ്ത്രക്രിയകൾ നടത്തുന്നതിനുള്ള ഉപകരണങ്ങൾ മാത്രമാണ് മെഡിക്കൽ കോളേജിൽ അവശേഷിക്കുന്നത്. അതുകൊണ്ട് അവ എത്രയും വേഗം എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനിക്ക് കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ് ഇപ്പോൾ ഉള്ളത്. 21 സർക്കാർ ആശുപത്രികളിൽ നിന്നായി മാത്രം 158 കോടി രൂപയുടെ കുടിശ്ശികയാണുള്ളത്. അതിൽ 29 കോടി രൂപയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ളതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികളുടെ ഭാഗമായി സർക്കാർ ഇപ്പോൾ തന്നെ ഏകദേശം 100 കോടിയോളം രൂപ നൽകിയിട്ടുണ്ട്. അതിൽ 65 കോടി രൂപ സർക്കാർ ആശുപത്രികൾക്കും 35 കോടി രൂപ സ്വകാര്യ ആശുപത്രികൾക്കുമായാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്നും ഇവ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തുടരുന്നുണ്ടെങ്കിലും മുഴുവൻ തുകയും അടച്ചാൽ, അതായത് കഴിഞ്ഞ ഒരു വർഷത്തെ തുക അടച്ചാൽ മാത്രമേ ഇവ വിതരണം ചെയ്യുകയുള്ളൂ. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. കുടിശ്ശിക അടച്ചാൽ മാത്രമേ ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയുള്ളൂ. എഴുപത്തിയഞ്ചാം ജന്മദിന നിറവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1950 ഗുജറാത്തിലെ വഡ്നഗറിലാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി ജനിച്ചത്. ജനകീയ പദ്ധതികളിലൂടെ നാടിൻ്റെ മുഖം മാറ്റിയ പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേരുകയാണ് നാട്. വിപുലമായ പരിപാടികളാണ് മോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് BJP നടത്തുന്നത്. ഗുജറാത്തിന്റെ പുത്രനെന്ന നാടിന്റെ നായകനും ലോകത്തിന്റെ നേതാവുമാണ്. 75-ാം വയസ്സിലും രാഷ്ട്രീയ തീഷ്ണതയുടെയും ഇച്ഛാശക്തിയുടെയും പ്രതീകമാണ് മോദി. 1950 സെപ്റ്റംബർ 17-ന് ഗുജറാത്തിലെ വഡ്നഗറിലാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി ജനിച്ചത്. മോദി ഇന്ന് ഒരു വലിയ ബ്രാൻഡായി മാറിയിരിക്കുന്നു. എട്ടാം വയസ്സിൽ RSSൽ പ്രവർത്തനം തുടങ്ങിയ മോദി 1971-ൽ സംഘത്തിന്റെ മുഴുവൻ സമയ പ്രചാരകനായി മാറി. RSSന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തനം BJPയിലേക്ക് മാറ്റി. 98-ൽ പാർട്ടി ജനറൽ സെക്രട്ടറി. 2001-ൽ ഗുജറാത്ത് മുഖ്യമന്ത്രി പദത്തിലെത്തി. ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് എത്തിയ നരേന്ദ്രമോദിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. 2014 വരെ ഗുജറാത്തിന്റെ ഭരണം നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ കയ്യിൽ ഭദ്രം. അതിനിടയിലുണ്ടായ വിവാദങ്ങളും കോടതി വ്യവഹാരങ്ങളുമൊന്നും മോദി എന്ന നേതാവിന്റെ മുന്നോട്ടു പോക്കിന് തടസ്സമായില്ല. ഗുജറാത്തിന്റെ വികസനത്തിനായി മോദി മുന്നോട്ട് വെച്ച ആശയങ്ങളും നിലപാടുകളും രാജ്യത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. പല സംസ്ഥാനങ്ങളും ഗുജറാത്തിലെ വികസന നയങ്ങൾ മാതൃകയാക്കി. 2014-ൽ മോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി. പിന്നീട് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ രാജ്യത്തിന് ലോകത്തിന് മുൻപിൽ വലിയ സ്ഥാനം നേടിക്കൊടുത്തു. ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരുടെ ശബ്ദമായി പ്രധാനമന്ത്രി മാറി. അമേരിക്കയും റഷ്യയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നരേന്ദ്രമോദിയുടെ വാക്കുകൾ അംഗീകരിച്ചു. അന്താരാഷ്ട്ര ബന്ധങ്ങൾ കൂടുതൽ ദൃഢമായി. അടിസ്ഥാന വികസനത്തിലും സാമ്പത്തിക പദ്ധതികളിലുമൂന്നിയാണ് നരേന്ദ്രമോദിയുടെ മുന്നോട്ട് പോക്ക്. അതുകൊണ്ട് തന്നെ സാധാരണ ജനവിഭാഗങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായി മോദി മാറി. മോദിക്ക് പകരം വെക്കാൻ ഒരു നേതാവില്ലാതെ പ്രതിപക്ഷം ഒപ്പമെത്താൻ പാടുപെടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. BJPക്ക് അധികാരത്തിലേക്ക് എത്താൻ വഴി തുറന്നത് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി എടുത്ത നിലപാടുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ പിറന്നാൾ BJP വലിയ ആഘോഷമാക്കുകയാണ്. ആ ആഘോഷങ്ങളിൽ സേവനങ്ങൾക്കാണ് പ്രഥമ പരിഗണന.
ഇത്തവണയും അതിന് മാറ്റമില്ല. സാധാരണക്കാർക്ക് കൂടുതൽ സഹായങ്ങളും പിന്തുണയും ഉറപ്പാക്കുന്ന പദ്ധതികളാണ് പ്രധാനമന്ത്രിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് BJP സർക്കാരുകൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. നിശ്ചയദാർഢ്യത്തിന്റെ ആൾരൂപമായല്ലാതെ എതിരാളികൾക്ക് പോലും കാണാനാകാത്ത പ്രകടനം നടത്തിയ വ്യക്തിത്വം ഇന്ന് രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന നിർണായക പദവിയിൽ 75ാം പിറന്നാളിൽ എത്തി നിൽക്കുന്നു. ആശംസകൾ. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസകളുമായി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. 75ാം ജന്മദിനം ആഘോഷിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും അമ്മ നേർന്നു. വികസിത ഭാരതം പടുത്തുയർത്തുന്നതിലും ഭാരതത്തിൻ്റെ യശസ് ലോകമെങ്ങും ഉയർത്തുന്നതിലും മോദി വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ്. ഏറെക്കാലം ഭാരതത്തെയും ജനതയെയും ലോകത്തെയും സേവിക്കാൻ മോദിക്ക് കഴിയട്ടെ എന്നും അമ്മ ജന്മദിന സന്ദേശത്തിൽ പറഞ്ഞു. ഭാരതത്തിന്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അമ്മ അദ്ദേഹത്തിന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും നേരുന്നു. എല്ലാ രംഗത്തും മുന്നോട്ട് കുതിക്കുന്ന വികസിത ഭാരതം പടുത്തുയർത്തുന്നതിലും ഭാരതത്തിന്റെ യശസ് ലോകമെങ്ങും ഉയർത്തുന്നതിലും ശ്രീ മോദിജി വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ്. തുടർന്ന് ഏറെക്കാലം ഭാരതത്തെയും ഭാരത ജനതയെയും ലോകത്തെയും സേവിക്കാൻ മോദിജി കഴിയട്ടെ എന്ന് നമ്മൾ പരമാത്മാവിൽ സമർപ്പിക്കുന്നു. കൃപ മോദിജി അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന ലോകം. വിവിധ രാഷ്ട്രത്തലവന്മാരും 75ാം പിറന്നാൾ ദിനത്തിൽ മോദിക്ക് ആശംസകൾ അറിയിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ആശംസകൾ നേർന്നു. രാജ്യത്തെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഈശ്വരൻ ആരോഗ്യവും സന്തോഷവും നൽകട്ടെ എന്ന് രാഷ്ട്രപതി പറഞ്ഞു. നരേന്ദ്ര എന്ന സംബോധന ചെയ്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രിയെ ആശംസകൾ അറിയിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തുടങ്ങി രാജ്യത്തെ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പ്രധാനമന്ത്രിക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചു. മഹത്തായ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള സംസ്കാരം രാജ്യത്ത് വളർത്തിയെടുക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു. അതുല്യമായ നേതൃത്വത്തോടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയട്ടെ എന്ന് രാഷ്ട്രപതി ആശംസിച്ചു. കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നു. പിറന്നാളിന്റെ ഭാഗമായി വിവിധ സേവന പ്രവർത്തനങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. രക്തദാനം ഉൾപ്പെടെയുള്ള സേവന പ്രവർത്തനങ്ങൾക്കായിരുന്നു പ്രാമുഖ്യം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത, ചലച്ചിത്ര താരം വിവേക് ഒബ്രോയ് തുടങ്ങിയവർ രക്തദാനം ചെയ്തു. ബോളിവുഡ് താരങ്ങളായ ഷാറൂഖ് ഖാൻ, അമീർ ഖാൻ, അലിയ ഭട്ട് എന്നിവരും പിറന്നാൾ ആശംസകൾ അറിയിച്ചു. हमारे प्रधानमंत्री श्री नरेंद्र मोदी जी की 75वीं सालगिरह के मौके पर उन्हें ढेर सारी शुभकामनाएं. विशिंग यू अ वेरी हैप्पी बर्थडे सर. രവീന്ദ്ര ജഡേജ, മുഹമ്മദ് സിറാജ് ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് താരങ്ങളും ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി. അമേരിക്ക, ഓസ്ട്രേലിയ, ഭൂട്ടാൻ, ന്യൂസിലാൻഡ്, ഇസ്രയേൽ തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ 75ാം ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്നു. വലിയ കർത്തവ്യമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നതെന്നും പ്രിയ സുഹൃത്തിന് പിറന്നാൾ ആശംസകൾ എന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കുള്ള പിന്തുണയിൽ നന്ദിയുണ്ട് എന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി. 2007 വികസിത രാജ്യമായി ഇന്ത്യയെ മാറ്റാൻ നരേന്ദ്രമോദിക്ക് കഴിയട്ടെ എന്ന് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലുക്സൺ ആശംസിച്ചു. പിറന്നാൾ ആശംസകൾ നേർന്ന ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ സമൂഹത്തിന് വലിയ സംഭാവനയാണ് മോദി നൽകുന്നത് എന്ന് പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാമത് ജന്മദിനത്തിൽ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ സർവൈശ്വര്യ പൂജ നടന്നു. നരേന്ദ്രമോദി അനിഴം നക്ഷത്രത്തിൽ ഒരു ഭക്തനാണ് വഴിപാട് നടത്തിയത്. ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി, കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി, മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത്ത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും മഴക്കെടുതി തുടരുന്നു. ഉത്തരാഖണ്ഡിൽ മരണം 15ആയി. 13 മരണം റിപ്പോർട്ട് ചെയ്തത് ഡെറാഡൂണിലാണ്. ഹിമാചൽ പ്രദേശിൽ ജൂൺ 20 മുതൽ മഴക്കെടുതി മൂലം റിപ്പോർട്ട് ചെയ്തത് 417 മരണമാണ്. ഇരു സംസ്ഥാനങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഇനി കായിക വാർത്തകൾ നോക്കാം. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാക് മത്സരത്തിനിടയിൽ ഹസ്തദാന വിവാദത്തിൽപ്പെട്ട ആൻഡി പൈക്രോഫ്റ്റിന് പകരം റിച്ചി റിച്ചാർഡ്സൺ മാച്ച് റഫറി ആയേക്കും. ഇന്ന് നടക്കുന്ന പാകിസ്ഥാൻ UAE മത്സരം റിച്ചി നിയന്ത്രിക്കും. ഞായറാഴ്ച നടന്ന ഇന്ത്യക്കെതിരായ മത്സരത്തിന് ശേഷം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും ICCയും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. മത്സരത്തിൻ്റെ ടോസ് സമയത്ത് പാകിസ്ഥാൻ നായകന് ഹസ്തദാനം നൽകരുതെന്ന് ഇന്ത്യൻ ക്യാപ്റ്റനോട് മാച്ച് റഫറി ആൻഡി പൈക്രോഫ് പറഞ്ഞിരുന്നു എന്നായിരുന്നു പാകിസ്ഥാൻ്റെ ആരോപണം. മാച്ച് ഒഫീഷ്യൽസ് പാനലിൽ നിന്നും
പൈക്രോഫ്റ്റിനെ നീക്കം ചെയ്യണമെന്ന PCBയുടെ ആവശ്യം കഴിഞ്ഞ ദിവസം ICC നിരസിച്ചിരുന്നു. എന്നാൽ പുതിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ആൻഡി പൈക്രോഫ്റ്റിന് പകരം റിച്ചി റിച്ചാർഡ്സിനെ മാച്ച് റഫറി സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് YouTube കാണുക.